ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ രാവിലെ തന്നെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ തോന്നില്ല. പ്രത്യേകിച്ച് ഇവിടെ കുറേ വാഴപ്പഴം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് പഴം ഒന്ന് വാട്ടി കഴിക്കാം. അപ്പം നെയ്യും കാര്യങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു വാട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ വാട്ടായിരുന്നു. ഞാനാണ് വാട്ടിയത്, അവൾ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് നടക്കുമായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ വട്ടത്തിൽ അരിയുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ചെറുതാക്കി അരിയുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് കുക്കായിക്കോളും. മറ്റേതാകുമ്പോൾ ഉള്ളു വേവാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അധികം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇന്ന് നമുക്ക് തേങ്ങ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സാധാരണ തേങ്ങ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. എനിക്ക് ആ തേങ്ങയും കൂടെ വരുമ്പോഴാണ് ഇഷ്ടം. പിന്നെ ഞാൻ എന്തായാലും തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ നെയ്യിൽ വാട്ടുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരു മഞ്ഞ കളർ ഇപ്പോൾ ഈ ഒരു കളറിൽ കിട്ടുക. എനിക്കതിൻ്റെ ഡാൽഡയിലും പിന്നെയും കിട്ടും, പക്ഷെ വെളിച്ചെണ്ണയിൽ എനിക്ക് അങ്ങനെ തീരെ കിട്ടാറില്ല. അപ്പോൾ പക്ഷേ ഇത് ഈ ചീഞ്ചട്ടിൻ്റെ അടി കരിയുമ്പോഴാണ് ശരിക്കും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഞാൻ അങ്ങനെ കരിയിച്ചിട്ടാണ് ഉണ്ടാക്കാറ് അധികം. അപ്പം സാധനം കരിയില്ല, പക്ഷെ ആ അടി കരിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ടാറ്റാ.